ഇന്ന് ഒരു വെറൈറ്റി ടോപ്പിക്ക് നമുക്ക് ചർച്ച ചെയ്യാം. ആളുകളുടെ സ്വഭാവത്തെപ്പറ്റി, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ സ്വഭാവം, ക്യാരക്ടർ, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ആയുർവേദത്തിൽ തന്നെ പ്രകൃതി എന്നാണ് പറയുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി മനോഹാരിതയെ പറ്റിയൊന്നുമല്ല, നമ്മളുടെ സ്വഭാവം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ അനൂപ് വാര്യർ, ആയുർവേദ മനഃശാസ്ത്രജ്ഞനാണ്. ഇതേവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തിനാണിത് അറിയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഏത് കരിയർ ഗൈഡൻസിന്, അതുപോലെ ഏത് സ്വഭാവമുള്ള ആളുകൾ ഏത് ജോലി എടുത്താൽ ശരിയായിരിക്കും, ഏത് ജോലി ചെയ്യാൻ നമുക്ക് പഠിക്കാൻ പറ്റും, അങ്ങനെയുള്ള, അതുപോലെ നമ്മൾക്ക് മറ്റാളുകളോട് എങ്ങനെ അവരുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ സഹായകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ആയുർവേദത്തിൽ പ്രധാനമായിട്ടും ശാരീരിക പ്രകൃതി, മാനസിക പ്രകൃതി എന്ന് രണ്ടായിട്ട് തിരിക്കാം. പിന്നെ സുശ്രുതൻ്റേതിൽ ഭൂതപ്രകൃതികളെ പറ്റി, അതായത് പഞ്ചഭൂതങ്ങളുടെ അനുസരിച്ചുള്ള പ്രകൃതിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഭഗവത്ഗീതയിൽ ദൈവാസുര പ്രകൃതിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായി ശാരീരിക പ്രകൃതി. ശാരീരിക പ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്ക് 3 ദോഷങ്ങളുള്ള വാദം, പിത്തം, കഫം. അതിൽ വാദപ്രകൃതിയെപ്പറ്റി നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. വാദപ്രകൃതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആളുടെ ശരീരം കൊണ്ട് തന്നെ അയാൾക്ക് മെലിഞ്ഞ ശരീരത്തോടു കൂടിയ ആളായിരിക്കാനാണ് സാധ്യത. മറ്റൊന്ന്, അയാൾ ധാരാളം കൂട്ടുകാരുണ്ടായിരിക്കും, ധാരാളം സംസാരിക്കും, പാട്ട്, ഗീതം, നർത്തനം ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകളായിരിക്കും. സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ, ഓപ്പോസിറ്റ് സെക്സ് ഉള്ള ആളുകളോട് അവർക്ക് ഈ ഇദ്ദേഹത്തിനോട് താല്പര്യം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഇവരോട് താല്പര്യം കുറവായിരിക്കും. എന്നാൽ ധാരാളം കുട്ടികളുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. മറ്റൊന്ന്, ഈ അവർ എന്ത് തരത്തിൽ സ്വപ്നം കാണുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പർവ്വതത്തിലേക്കോ അല്ലെങ്കിൽ വൃക്ഷത്തിലേക്കോ ആകാശത്തേക്കോ ഒക്കെ പോകുന്നതായിട്ടുള്ള സ്വപ്നം കാണുന്നു. അതാണ് ഇതിൽ മറ്റൊരു ഇവരുടെ പ്രകൃതിയിൽ ഉള്ളത്. മറ്റൊന്ന്, അമിതമായി അവർക്ക് വളരെ ചഞ്ചലചിത്തരായിട്ടുള്ള, പെട്ടെന്ന് അവരുടെ സ്വഭാവങ്ങൾ മാറുന്നതായിട്ട് കാണാം. അവർ അങ്ങനെയുള്ളതാണ് വാദപ്രകൃതിയുടെ ലക്ഷണങ്ങൾ. പിന്നെ അവർക്ക് തണുപ്പ് ഇഷ്ടമല്ലാതിരിക്കുക, അതുപോലെ നടക്കുമ്പോൾ തന്നെ അവർക്ക് ഞെട്ടി ഒടുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ സാധിക്കും. അതൊക്കെയാണ് വാദപ്രകൃതിയുടെ പ്രധാനമായിട്ടും ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. മറ്റൊന്നാണ് പിത്തപ്രകൃതി എന്ന് പറയുമ്പോൾ, പിത്തം എന്ന് പറയുമ്പോൾ തന്നെ ചൂടിനെയാണ് സൂചിപ്പിക്കുന്നത്. ചൂട് കൂടുതലായിരിക്കും അവരുടെ ശരീരത്തിന്, അതുകൊണ്ട് അവർക്ക് ഇഷ്ടം തണുപ്പായിരിക്കും. അവർ ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കും. ദേഷ്യപ്പെടുമ്പോൾ കണ്ണ് ചുവന്നിരിക്കും, മദ്യപിക്കുമ്പോൾ കണ്ണ് ചുവന്നിരിക്കും, വെയിലേറ്റാൽ കണ്ണ് ചുവന്നിരിക്കും. ഇതൊക്കെ കണ്ടാൽ നമുക്ക് പിത്തപ്രകൃതിക്കാരാണെന്ന് നമുക്ക് ഊഹിക്കാം. നമ്മൾ ഇപ്പോൾ ഞങ്ങളെ പ്രകാശ് സാറ് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ, പ്രകൃതിയുടെ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ഇതിലൊക്കെ പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടാണ് പഠിപ്പിക്കാറ്. ഇപ്പോൾ വാദപ്രകൃതിയെപ്പറ്റി പറയുമ്പോൾ ഇപ്പോൾ കുറുക്കൻ, അതുപോലെ തന്നെ മൂങ്ങ, അങ്ങനെയുള്ള ഇതിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ വെള്ളിമൂങ്ങ എന്ന് പറയുന്ന സിനിമ നമുക്ക് കണ്ടിട്ടുള്ള ഈ പല സിനിമകളിലും ഈ തരത്തിലുള്ള പേരുകൾ സൂചിപ്പിക്കുന്നത് എപ്പോഴും അത്തരത്തിൽപ്പെട്ട ക്യാരക്ടേഴ്സിനെ ആയിരിക്കും, അല്ലെങ്കിൽ കുറുക്കൻ. അതുപോലെ പിത്തപ്രകൃതിയുടെ ഉദാഹരണം പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ടൈഗർ എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ കടുവ, ഇതൊക്കെ ആ ക്യാരക്ടേഴ്സിനെ, അത് പിത്തപ്രകൃതി ചൂട് കൂടിയ ഉള്ളതാണ്. അത് അല്ലെങ്കിൽ നരിമാൻ, അങ്ങനെയുള്ള പല സിനിമകളും ഇതൊക്കെ ആ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നതും കൂടെയാണ്. മറ്റൊന്ന് ഇതിൽ പറയാൻ പറ്റുന്നത്, അവർക്ക് ധാരാളം, പിത്തപ്രകൃതിക്കാർക്ക് ധാരാളം വേർപ്പുണ്ടായിരിക്കും. അതുപോലെ നല്ല ചെമ്പൻ മുടിയായിരിക്കും, ശരീരത്തിന് മഞ്ഞ നിറം കൂടുതലായിരിക്കും, വിശപ്പ് കൂടുതലായിരിക്കും. അതുപോലെ അവരുടെ സ്ത്രീകൾക്ക് താല്പര്യം കുറവായിരിക്കും. മാത്രമല്ല അവർക്ക് കുട്ടികളുടെ എണ്ണവും കുറവായിരിക്കാനാണ് സാധ്യത. അതുപോലെ സെക്ഷൽ താല്പര്യങ്ങളും ഒക്കെ അവർക്ക് അത്ര അധികം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. മറ്റൊന്ന്, അവർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് പെട്ടെന്ന് പഠിക്കുകയും പെട്ടെന്ന് മറക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവരിൽ കണ്ടുവരാറുള്ളത്, എന്തെങ്കിലും പഠിക്കാനാണെങ്കിൽ. അതുപോലെ തന്നെയാണ് അവരുടെ പെരുമാറ്റത്തിലൊക്കെ എപ്പോഴും ദേഷ്യം എന്ന് പറയുന്നത് പ്രകടമായിരിക്കും.
നല്ല ലീഡേഴ്സ് ആവാൻ കഴിയുള്ള ആളുകളായിരിക്കും പിത്തപ്രകൃതിയുള്ള ആളുകൾ. മറ്റൊന്ന് ഇപ്പോൾ കഫപ്രകൃതിയുടെ ഉപദാഹരണം പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മോഹൻലാലിൻ്റെ നരസിംഹം എന്ന് പറയുന്ന സിനിമയൊക്കെ ഇതിൻ്റെ ഉദാഹരണത്തിൽ പറയാറുണ്ട്. നരസിംഹം എന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെ പ്രകൃതി അല്ലെങ്കിൽ ആനയുടെ പ്രകൃതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഉദാഹരണങ്ങൾ പറയുന്നത്. ഈ ഉദാഹരണങ്ങളിൽ നമുക്ക് ഇപ്പോൾ കുറേ ആളുകളുടെ ഒപ്പം നടക്കുന്ന മോഹൻലാലിൻ്റെ പല സിനിമകളിലും കാണാം. കുറേ ആളുകളുടെ ഇപ്പോൾ മമ്മൂട്ടിയുടെയോ സുരേഷ് ഗോപിയുടെയോ ഒക്കെ സിനിമകളിൽ നമുക്ക് ഒരാളായിട്ടായിരിക്കും അവരുടെ നായകനെയായിരിക്കും പ്രാധാന്യം കൊടുത്ത് നായിക ആരാന്നോ കൂടെയുള്ളവരാരാന്നോ ഒന്നും നമുക്ക് ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ മോഹൻലാലിൻ്റെ സിനിമയിൽ നായിക ആരാന്നോ അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കുന്ന അസിസ്റ്റൻസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ അറിയാൻ സാധിക്കും. അതൊക്കെ കഫപ്രകൃതിയുടെ പ്രത്യേകതകളാണ്. കഫപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം നല്ല തടിച്ച ശരീരമായിരിക്കും, അവർക്ക് വളരെ സൗമ്യമായ സ്വഭാവമായിരിക്കും. ഇപ്പോൾ പിത്തപ്രകൃതിക്കാരൻ ദേഷ്യത്തോടുകൂടി നീ ആരടാ എന്ന് ചോദിക്കാൻ ഉള്ള ആളാണെങ്കിൽ കഫപ്രകൃതിക്കാരൻ ആണ് ഞാനാണ് എന്ന് സൗമ്യതയോടുകൂടി പറയുന്ന ആളായിരിക്കും. ദൃഢമായ ഗാത്രവും നല്ല എപ്പോഴും ധനം സമ്പാദിക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. അതുപോലെ നമുക്ക് എപ്പോഴും ഓയിലി ആയിട്ടുള്ള ദേഹത്തോടു കൂടിയ ആളുകളായിരിക്കും. രൂക്ഷമായ ശരീരപ്രകൃതി ആയിരിക്കില്ല. അതുപോലെ ധർമാത്മാവായിരിക്കും. കഠിനമായ വാക്കുകൾ ആരോടും തന്നെ പറയാതിരിക്കുന്ന ആളുകളായിരിക്കും കഫപ്രകൃതിക്കാർ. അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മതയാന പോലെ നടക്കുന്ന അല്ലെങ്കിൽ പശുവിനോടോ അല്ലെങ്കിൽ ആ തരത്തിൽ ഹംസത്തിനോടോ ഒക്കെ ഉപമിക്കാൻ പറ്റുന്ന ആളുകളാണ് കഫപ്രകൃതിക്കാർ. ദീർഘദർശികളായിരിക്കും. സ്ത്രീകളോട് വളരെ താല്പര്യമുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ പുരുഷന്മാരോട് വളരെ താല്പര്യമുള്ള ആളുകളായിരിക്കും. സെക്ഷൽ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ ദീർഘദർശികളായിരിക്കും. ധാരാളം പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുകയും എന്നാൽ ദൃഢമായ പിത്തപ്രകൃതിക്കാർക്കിപ്പോൾ ഒരാൾ ശത്രുവാണെങ്കിൽ കൂടി ആശ്രയിച്ചു വന്നു കഴിഞ്ഞാൽ അയാളെ സഹായിക്കും. കഫപ്രകൃതിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൃഢമായിട്ടുള്ള വൈര്യമായിരിക്കും, ദീർഘകാലം നിലനിൽക്കുന്ന വൈര്യമായിരിക്കും. എന്നാൽ അവരുടെ ദേഷ്യം എന്ന് പറയുന്നത് പോലെ തന്നെ അവരോട് ദേഷ്യം വെച്ച് പെരുമാറില്ല, ദേഷ്യം അകത്തുണ്ടാവുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. മിശ്രപ്രകൃതികളുണ്ട്. ഇതെല്ലാം ചേർന്നായിരിക്കും പല ആളുകളുടെയും ഈ പ്രകൃതികളെല്ലാം ചില ക്യാരക്ടേഴ്സ് ചേർന്നിട്ടായിരിക്കും വരുന്നത്. സമദോഷ പ്രകൃതികളും ഉണ്ടാവാറുണ്ട്. അത് ശ്രേഷ്ഠമാണെന്ന് പറയുന്നു. പിന്നെയുള്ളതാണ് ഈ ക്യാരക്ടേഴ്സിലെ പറ്റി മാനസികമായ പ്രകൃതികൾ. ഭഗവത്ഗീതയിലും ചരകസംഹിതയിലും ഒക്കെ പറയുന്നത് സാത്വികം, രാജസം, താമസം എന്നുള്ള സാത്വിക പ്രകൃതികൾ 7 അതിലാദ്യമായിട്ടുള്ളത് ബ്രഹ്മപ്രകൃതി. ഐഡിയൽ ആയിട്ടുള്ളൊരു പ്രകൃതിയാണ്. ഇമോഷൻസ് ഒന്നുമില്ലാത്ത, എപ്പോഴും പഠനം അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന ആൾ, അതൊക്കെ ആയിരിക്കും ബ്രഹ്മപ്രകൃതി എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇന്ദ്രനെ പറ്റിയാണ് അതിൽ പറയുന്നത്. ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ആ തരത്തിൽ പെട്ട ഗുണങ്ങളോടുകൂടിയ പറയുന്ന തരത്തിലായിരിക്കും. ഐശ്വര്യബന്ധം എന്നുള്ളതാണ്. അവർ നല്ല രീതിയിൽ നല്ല ബിസിനസ്സുകൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ആളുകളായിരിക്കും. മറ്റൊന്നാണ് ആർഷപ്രകൃതി, ഋഷിമാരുടെ പ്രകൃതി. നല്ല അധ്യാപകരോ അല്ലെങ്കിൽ നല്ല ഡോക്ടർമാരോ ഒക്കെ ആവാൻ പറ്റുന്നത് എപ്പോഴും ആർഷപ്രകൃതിയുള്ള ആളുകളായിരിക്കും. അവർ അതിഥി സൽക്കാര പ്രിയരും ഇമോഷൻസിനെയൊക്കെ താരതമ്യേന അടക്കി നിർത്തുന്ന ആളുകളായിരിക്കും. ഇമോഷൻസ് ഉണ്ടെങ്കിൽ കൂടി അത് പ്രകടിപ്പിക്കാതിരിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെയാണ് നമുക്ക് ഈ ഇന്ദ്രൻ്റെ പ്രകൃതിയെ പറ്റി പറയുമ്പോൾ അവർക്ക് ധർമ്മ അർത്ഥ കാമ മോക്ഷാഭിരതം, അതായത് എല്ലാ കാര്യങ്ങളും ഒരേപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ആളുകളായിരിക്കും. മറ്റൊന്ന് നമുക്ക് യമപ്രകൃതി. യമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ജഡ്ജിനെയാണ് ഓർമ്മ വരുന്നത്. ഒരു ജഡ്ജ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ ആ തരത്തിൽ, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ആവാൻ സാധ്യതയുള്ള അങ്ങനത്തെ, അല്ലെങ്കിൽ കളക്ടർ അങ്ങനത്തെ ഉള്ള ജോലികളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളത്. അവർക്ക് അച്ചടക്കം എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിരിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും വളരെ കൃത്യനിഷ്ഠ, അച്ചടക്കം അങ്ങനെയുള്ളത് ഏറ്റവും കൂടുതലായിരിക്കുന്നതാണ്. നല്ല കാപ്പബിലിറ്റി ഉള്ള ആളുകളായിരിക്കും, നല്ല ഓർമ്മയുള്ള ആളുകളായിരിക്കും. ഇത് ഈ ഋഷിമാരുടെ പ്രകൃതിയെന്ന് പറയുമ്പോൾ നല്ല ഓർമ്മശക്തി പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ നല്ല ഓർമ്മശക്തിയുള്ള ആളുകളായിരിക്കും യമപ്രകൃതിയുള്ള ആളുകൾ. പിന്നെ ഷാർപ്പായിരിക്കും എല്ലാ കാര്യങ്ങളിലും, കൃത്യമായി എല്ലാ കാര്യങ്ങളെയും പ്രകടിപ്പിക്കുന്ന ആളുകളുമായിരിക്കും.
മറ്റൊന്ന് വരുണ പ്രകൃതി. വരുണൻ എന്ന് പറയുന്നത് ജലത്തിൻ്റെ ദേവതയായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് വരുണ പ്രകൃതിയുള്ള ആളുകൾ എപ്പോഴും ജലത്തിനോട് താല്പര്യമുള്ള ആളുകളായിരിക്കും. ശുചി ഇഷ്ടപ്പെടുന്ന, വൃത്തി കൂടുതലായിരിക്കും. ആ വൃത്തിയില്ലായ്മയെ കഠിനമായി ഇഷ്ടപ്പെടാത്ത ആളുകൾ, ദേഷ്യമുള്ള ആളുകളായിരിക്കും. അതുപോലെ കാപ്പബിലിറ്റി ഉള്ള ആളുകളായിരിക്കും. അതുപോലെ എപ്പോഴും ശൂരന്മാരായിരിക്കും. സ്ഥാനത്ത് എവിടെ കോപിക്കണം, എവിടെ കോപിക്കരുത്, എവിടെ സൗമ്യമായിട്ട് പെരുമാറണം എന്ന് അറിയുന്ന ആളുകളായിരിക്കും വരുണ പ്രകൃതിക്കാരെന്ന് പറയുന്നതാണ്. എന്നാൽ കുബേര പ്രകൃതിയെ പറ്റി പറയുന്നുണ്ട്. കുബേരൻ്റെ സത്വം, കുബേര സത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ധനവാന്മാരുടെ, കുബേരൻ ധനികനാണ്. യക്ഷൻ്റെ അല്ലെങ്കിൽ കുബേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനത്തിൻ്റെ അധിപനായിട്ടാണ്. വളരെ നല്ല ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് ആവാൻ സാധ്യതയുള്ളത് ഇങ്ങനത്തെ ഉള്ള പ്രകൃതിക്കാരുള്ള ആളുകളാണ്. അവർക്ക് ധാരാളം ഭൃത്യന്മാർ പരിവാര സമേതമായിട്ട് നടക്കുന്ന ആളുകളായിരിക്കും. അതുപോലെയാണ് വ്യക്തകോപപ്രസാദം എന്നാണ് പറയുന്നത്. മറ്റേത് സ്ഥാനകോപപ്രസാദമാണ്. അതായത് ദേഷ്യമുണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. വരുണപ്രകൃതിക്കാരുടെ സ്ഥാനത്ത് മാത്രമേ ഇത് പ്രകടിപ്പിക്കുകയുള്ളൂ. ആ സമയത്ത് ഗന്ധർവ പ്രകൃതി എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഫിലിം ആക്ടേഴ്സ് അല്ലെങ്കിൽ കലാകാരന്മാർക്കൊക്കെ ഗന്ധർവ പ്രകൃതിയായിരിക്കും. അവർക്ക് ഏറ്റവും പ്രത്യേകത ഗാനം, നർത്തനം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവുക, കലകളിൽ താല്പര്യം ഉണ്ടാവുക, സ്ത്രീകളോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുക, ഇതൊക്കെ അല്ലെങ്കിൽ പുരുഷന്മാരോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുക, അതൊക്കെ ഗന്ധർവ പ്രകൃതിയുള്ള ആളുകൾക്ക് ആയിരിക്കും. ധാരാളം കഥകൾ പറയുക, ഡ്രസ് സെൻസ് ഉള്ള ആളുകളായിരിക്കും. അത് നമ്മൾ പറഞ്ഞ പിത്തപ്രകൃതിയുള്ള ആളുകൾക്കും ഈ പറഞ്ഞ പോലെ ഡ്രസ് സെൻസ് എന്ന് പറയുന്നത് വളരെ നല്ല പെർഫ്യൂമൊക്കെ അടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളായിരിക്കും. ശരീരപ്രകൃതികളുടെ പിത്തപ്രകൃതിയുള്ള ആളുകൾ നല്ലോണം പെർഫ്യൂമൊക്കെ അടിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ നല്ല ഡ്രസ് സെൻസുള്ള ആളുകളായിരിക്കും. അത് ഗന്ധർവ പ്രകൃതിയിലുണ്ട്. രാജസ പ്രകൃതികളെ പറ്റിയാണ് ഇനി പറയുന്നത്. രാജസ പ്രകൃതികൾ ആദ്യം തന്നെ നമുക്ക് അസുര പ്രകൃതിയെ പറ്റിയാണ്. നമുക്ക് അസുര പ്രകൃതി എടുക്കാൻ പറ്റിയ ആളുകൾ എന്ന് പറഞ്ഞാൽ മഹാബലി അല്ലെങ്കിൽ പ്രഹ്ലാദൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹിരണ്യകശിപു ഒക്കെ അസുരന്മാരുടെ ഗണത്തിലാണ്. അവർക്ക് സംബന്ധിച്ചിടത്തോളം ശൂരന്മാരായിരിക്കും, എന്നാൽ അസൂയ ഉണ്ടായിരിക്കും, ഐശ്വര്യം ഉണ്ടായിരിക്കും. അതുപോലെ അങ്ങനെയുള്ള ആളുകളാണ് ആ തരത്തിൽപ്പെട്ട ക്യാരക്ടേഴ്സുള്ള ആളുകൾ. മറ്റൊന്ന് രാക്ഷസ പ്രകൃതി എടുക്കാൻ പറ്റിയത് രാവണൻ്റെ ഒക്കെ ക്യാരക്ടേഴ്സാണ്. ധാരാളം ഭക്ഷണം കഴിക്കുക, കുംഭകർണൻ, അതുപോലെ നല്ലോണം ഉറങ്ങുക, അമർഷം ഉണ്ടായിരിക്കുക. അത് അമർഷം ഉണ്ടായിരുന്നത് കോപമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഛിദ്രപ്രഹാരണം, അതായത് നമ്മൾ ഏത് രൂപത്തിലാണോ അവർ തക്കം പാർത്തിരുന്നവർ ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരിക്കും. അതുപോലെ തന്നെ നല്ലോണം ഉറങ്ങും, നല്ലോണം ഭക്ഷണം കഴിക്കും, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും. ഇതൊക്കെയാണ് രാക്ഷസ പ്രകൃതിയെ പറ്റി പറയുന്നത്. അടുത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് പൈശാചിക പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിശാച് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ കൊടുക്കേണ്ട ആ പ്രകൃതിയെ, ആ സ്വഭാവത്തിൻ്റെ സ്വഭാവം അത് മോശം അല്ലെങ്കിൽ നല്ലതെന്നുള്ള രീതിയിലല്ല. ഈ അതിൽ വരുണ പ്രകൃതിയിൽ ശുചി എന്ന് പറഞ്ഞു, ശുചിയുള്ള ആളുകളായിരിക്കും. എന്നാൽ പിശാച പ്രകൃതിയുള്ള അശുചിയായിരിക്കും. അവർക്ക് ശുചി ദേഷ്യമായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും, എന്നാൽ മറ്റുള്ള ആളുകളെ പേടിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള പല ആളുകൾ നമുക്ക് ഒരു സിനിമയിലുണ്ട്, കീലേരി അച്ചു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ പറ്റി മമ്മൂക്ക അവതരിപ്പിച്ചത് നമുക്കറിയാൻ പറ്റും. അതുപോലെയാണ് ഇപ്പോൾ ലാൽ അവതരിപ്പിച്ച കളിയാട്ടം സിനിമയിലെ ലാൽ അവതരിപ്പിച്ച ക്യാരക്ടറൊക്കെ സ്ത്രീകളോട് കാമം അല്ലെങ്കിൽ ഏതെങ്കിലും രഹസ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ പൈശാചിക സ്വഭാവമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെയാണ് സർപ്പ സ്വഭാവം. ദേഷ്യം വന്നാൽ വളരെ ശൂരനായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര പേടിയായിരിക്കും. അതാണ് സർപ്പത്തിൻ്റെ പ്രത്യേകത, സർപ്പപ്രകൃതിയുള്ള ആളുകൾക്ക്. മറ്റൊന്ന്, അത് ഭയങ്കര ഷാർപ്പായിരിക്കും, ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, എന്നാൽ ദേഷ്യം കൂടുതലായിരിക്കും. വാണ്ടറിങ് സ്വഭാവം, അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ യാത്ര ഇഷ്ടമുള്ള ആളുകളായിരിക്കും. മറ്റൊന്ന് പ്രേതപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫുഡി ആയിരിക്കും, ഭക്ഷണം കഴിക്കുന്നത് ധാരാളം ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അതുപോലെ തന്നെ ദുഃഖം, അസൂയൊക്കെ കൂടുതലുള്ള ആളുകളായിരിക്കും. പിന്നെ ആർക്കും കൊടുക്കാൻ ഇഷ്ടമുള്ള ആളുകൾ, ഭക്ഷണമോ ബാക്കിയൊന്നും ആർക്കും കൊടുക്കാൻ ഇഷ്ടമുള്ള ആളുകളല്ല, ഭയങ്കര മടിയുള്ള ആളുകളായിരിക്കും. ഇത്രയാണ് ഇതിൽ. പിന്നെ ശാകുന പ്രകൃതി അല്ലെങ്കിൽ പക്ഷിയുടെ പ്രകൃതി എന്ന് പറയുന്നത്, അത് ഭയങ്കര എംപത്തറ്റിക്കലായിട്ടുള്ള ആളുകളായിരിക്കും. എപ്പോഴും ഫുഡ് താല്പര്യമുള്ള ആളുകളായിരിക്കും. അതുപോലെ തന്നെ ധാരാളം വാണ്ടറിങ് നേച്ചറുള്ള ആളുകളായിരിക്കും. ഭയങ്കര ദേഷ്യം ഉണ്ടായിരിക്കും.
ഈ രാജസ പ്രകൃതിയുടെ പ്രത്യേകത എല്ലാം ഇപ്പോൾ പറഞ്ഞ 6 പ്രകൃതികളിൽ രാജസ പ്രകൃതികൾക്ക് ദേഷ്യം കൂടുതലാണ് എന്ന് പറയുന്നതാണ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. എന്നാൽ താമസ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര മന്ദതയുള്ള ആളുകളായിരിക്കും. അവർ എല്ലാത്തിനെയും ഇപ്പോൾ ആദ്യം തന്നെ മൃഗങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത്, മൃഗങ്ങൾ എപ്പോഴും ഏത് കാര്യം വന്നു കഴിഞ്ഞാലും എതിർക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരിക്കും. മറ്റൊന്ന്, അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കുറവായിരിക്കും. ബാഡ് ഹാബിറ്റ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ഉറക്കം, മൈഥുനം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും താല്പര്യമുള്ളത്. മറ്റൊന്ന് മത്സ്യപ്രകൃതി എന്ന് പറയുന്നതാണ്. മത്സ്യപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വെള്ളം ഇഷ്ടമായിരിക്കും. അത് വർണ്ണപ്രകൃതിയിൽ നമ്മൾ പറഞ്ഞു. എന്നാൽ ഭീരു ആയിരിക്കും, ബുദ്ധി കുറവായിരിക്കും, എമ്പതി ഉണ്ടായിരിക്കും. ഇത് മൂന്നും വർണ്ണപ്രകൃതിക്കില്ല. വർണ്ണപ്രകൃതിക്ക് ബുദ്ധിയുണ്ട്. പക്ഷേ മത്സ്യപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി കുറവായിരിക്കും, ഭീരുവായിരിക്കും. മറ്റൊന്നാണ് മരങ്ങളുടെ പ്രകൃതി, വനസ്പത പ്രകൃതി. മരങ്ങളെ പോലെ ആയിരിക്കും. അവർ ഏറ്റവും അലസമായിരിക്കും. താമസികതയുടെ ഏറ്റവും മൂർധന്യഭാവം. അവർക്ക് ബുദ്ധി കുറവായിരിക്കും, അല്ലെങ്കിൽ അലസത ഉണ്ടായിരിക്കും. ഫുഡ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ താല്പര്യമുള്ളത്. ഇപ്രകാരമാണ് പ്രകൃതികൾ പറയുന്നത്. മോഡേൺ സൈക്കോളജിയിലും ഇതുപോലെ തന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ നമ്മളുടെ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ മറ്റൊരാളോട് പെരുമാറണം എന്നൊക്കെ പറയുന്നത് ഇതിൽ വളരെയധികം വിശദീകരിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.